ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് എങ്ങനെ നമുക്കൊരു വീഡിയോ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുക, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഏത് റേഷ്യോയിലാണോ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 9:16 റേഷ്യോയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് 9:16 റേഷ്യോ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയേൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കാണിച്ചു തരും. അതിൽ ഫസ്റ്റ് ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് വരും. ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് വന്നിട്ടുണ്ടാവും. അതിൽ വൈറ്റ് കളറ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കുക. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ എത്രയാണോ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്ര ലെങ്ത്തിലാണോ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലെങ്ത്തിലൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിലേക്ക് നമ്മൾ ഒരു ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ലെയർ ഓപ്ഷനിൽ പോവുക. ലെയർ ഓപ്ഷനിൽ മീഡിയ സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ നമ്മുടെ ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോ ഇരിക്കുന്ന ആ ഫോൾഡർ ചൂസ് ചെയ്യുക. അതിന്ന് ആ വീഡിയോ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് മാറ്റണം. അതിനെന്താണ് ചെയ്യേണ്ടത്, നമുക്ക് റൈറ്റ് സൈഡിൽ മേലെ 3 ഓപ്ഷൻ, അതിൽ മിഡിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ സെക്കൻഡ് വൺ എടുക്കുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഫുൾ സ്ക്രീനായി. അപ്പോൾ നമ്മുടെ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രീൻ സ്ക്രീനിൻ്റെ ക്രോമ കീ ഒന്ന് ഇനേബിൾ ചെയ്യണം. എവിടെയാണ് ഈ ക്രോമ കീ ഇരിക്കുന്നത്, നമ്മൾ റൈറ്റ് സൈഡിൽ കുറച്ച് താഴോട്ടേക്ക് പോയാൽ ക്രോമ കീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനേബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കീ കളർ ഗ്രീൻ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്താൽ മതി. കളറ് മിക്സ് ആവാനൊന്നും പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ക്രോമാക്കിയൊക്കെ ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇമേജസ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്നും കൂടി മീഡിയയിൽ പോയിട്ട് ഏതൊക്കെ ഇമേജസ് വെച്ചാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജസ് ഉള്ള ഫോൾഡർ ചൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇമേജസ് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇമേജസ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇമേജസ് എവിടെയാണോ കിടക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ ഇമേജസ് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ റൈറ്റ് സൈഡിൽ 3 ഓപ്ഷൻ, അതിൽ മിഡിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ സെക്കൻഡ് വൺ കൊടുത്ത് അത് ഫുൾ സ്ക്രീനായി. അതിനുശേഷം അത് നമുക്കൊന്ന് ബാക്ക് സൈഡിലേക്ക് മാറ്റണം. അഥവാ നമ്മുടെ ഗ്രീൻ സ്ക്രീനിൻ്റെ ലെയർ ആയിരിക്കണം ഫ്രണ്ടിൽ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഉള്ള ഇമേജിനെ ബാക്ക് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലെ മേലെ കോർണറിൽ 3 ഡോട്ട്സ് ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. അതിൽ സെൻഡ് ടു ബാക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണാം, നമ്മുടെ ആ ഗ്രീൻ കളർ, നേരത്തെ ഗ്രീൻ കളർ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഈ ഇമേജസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ വൈറ്റ് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത്ര മതി ഈ ഇമേജ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് കളർ വരുന്നത് വരെ ഈ ഇമേജിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇത് ഫുൾ സ്ക്രീനിൽ കാണാനല്ല വേണ്ടതെങ്കിൽ ഈ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ മാറ്റിയതിന് ശേഷം ഫുൾ സ്ക്രീനിന് പകരം ഇത് സൂം ചെയ്തിട്ടാണ് വേണ്ടതെങ്കിൽ ആ ഫുൾ സ്ക്രീനിൻ്റെ ഓപ്ഷൻ ഓഫാക്കിയതിന് ശേഷം ജസ്റ്റ് ഇതിലിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വലുതായി കിട്ടും, സൂം ചെയ്ത് കിട്ടും. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനതിങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്കിതേപോലെ അടുത്ത ഇമേജ് ആഡ് ചെയ്യാം. അതിനെന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക. എവിടെയാണോ ഇമേജ് ഉള്ളത് അതൊന്ന് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇമേജ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇതേപോലെ നേരത്തെ പോലെ തന്നെ ഞാനൊന്ന് ഇങ്ങനെ സ്ക്രീന് ഫുള്ളാക്കുന്നതിന് പകരം വലുതാക്കി എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ബാക്ക് സൈഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ മേലെയുള്ള 3 ഡോട്ട്സ് നിന്ന് സെൻഡ് ടു ബാക്ക് ഓപ്ഷൻ കൊടുത്തു.
ഇതും നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ആ വൈറ്റ് കളർ വരുന്നത് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് കളർ വരുന്നത് വരെ മതി. അഥവാ കൂടുതൽ നിങ്ങളിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മേലെ 3 ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ട്രിം ടു റൈറ്റ് കൊടുക്കുക. അങ്ങനെ അതും കഴിഞ്ഞു. വീണ്ടും ലെയർ ഓപ്ഷനിൽ പോവുക, അടുത്ത ഇമേജ് ആഡ് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രയാണോ നിങ്ങൾക്ക് ഇമേജ് വേണ്ട അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എല്ലാ ഇമേജസും ഒന്ന് അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഇമേജും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സംഭവം വൈറ്റ് കളറില്ലേ, അതിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഗ്രീൻ സ്ക്രീനിൻ്റെ ലെങ്ത്തിനെക്കാട്ടും കൂടാൻ പാടില്ല. അപ്പോൾ ട്രിം ചെയ്യുക. മേലെയുള്ള 3 ഓപ്ഷനിൽ നടുക്കത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ട്രിം ടു റൈറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ ഇമേജസും ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതിലെ ഓഡിയോ ഉണ്ട്, ഞാൻ ജസ്റ്റ് അതൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ, അതിനുശേഷം പ്ലേ ചെയ്യാം. അപ്പോൾ ഗ്രീൻ സ്ക്രീനിലുള്ള ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ടെംപ്ലേറ്റ് കൂടി ആഡ് ചെയ്യാം. ഞാൻ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി കളറാവും. ടെംപ്ലേറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയർ ഓപ്ഷനിൽ പോവുക, ലെയർ ഓപ്ഷനിൽ മീഡിയയിൽ പോവുക. മീഡിയയിൽ നിന്ന് എവിടെയാണോ ടെംപ്ലേറ്റ് ഇരിക്കുന്നത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക, ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അതിനെ ഫുൾ സ്ക്രീൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ 3 ഓപ്ഷൻ, അതിൽ മിഡിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സെക്കൻഡ് വൺ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്യണം. അപ്പം ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടിയും ടെംപ്ലേറ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ താഴോട്ടേക്ക് പോയാൽ നമുക്ക് ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സ്ക്രീന് കൊടുത്താൽ മതി, എന്നിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെയും ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്തിടുന്നുണ്ട്, എന്നിട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി കളേഴ്സൊക്കെ വന്നു. അപ്പോൾ ഇത് വേണ്ടവർ മാത്രം ആഡ് ചെയ്താൽ മതി, ആഡ് ചെയ്യണം നിർബന്ധമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് വീഡിയോ സൂപ്പറാണ്. അപ്പോൾ അതിന് കൂടെ ടെംപ്ലേറ്റ് കൂടി ആഡ് ചെയ്യണം, ഒന്നും കൂടി കളറാവും. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന് ബർത്ത്ഡേൻ്റെ വീഡിയോ അല്ലെ ആനിവേഴ്സറിയോ അല്ലെ വേറെ എന്തെങ്കിലും ആക്കി മാറ്റണമെങ്കിൽ അല്ലെ ലിറിക്സ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ലെയേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വേറൊന്നും ചെയ്യാനില്ല, സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ഓഡിയോ കൂടി ഉണ്ടെങ്കിൽ, ഓഡിയോ ഓൾറെഡി ടെംപ്ലേറ്റിലുണ്ട്, അപ്പോൾ അത് മതിയെങ്കിൽ അത് തന്നെ കൊടുക്കുക. അല്ല എക്സ്ട്രാ ഓഡിയോ വേണമെങ്കിൽ ടെംപ്ലേറ്റിലുള്ളത് മ്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓഡിയോൻ്റെ ഓപ്ഷനിൽ പോവുക. എവിടെയാണ് നിങ്ങളുടെ ഓഡിയോ ഇരിക്കുന്നത് അവിടെ നിന്ന് ഓഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്ലസ് സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ ഇതിൻ്റെ താഴെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഈ ഓഡിയോ വേണ്ട, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങളോട് റോങ് ആയിട്ട് സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഥവാ നിങ്ങളോട് സെലക്ട് ചെയ്യുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ലെഫ്റ്റ് സൈഡിൽ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിതിൽ ഓൾറെഡി ടെംപ്ലേറ്റിലുള്ള ഓഡിയോ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊന്ന് മ്യൂട്ട് ചെയ്തതൊന്ന് മാറ്റിയിട്ടൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കൊടുത്തു, ജസ്റ്റ് പ്ലേ ചെയ്യാം. ഇങ്ങനെയാണ് ഉണ്ടാവുക വീഡിയോ. പെട്ടെന്ന് കഴിഞ്ഞു, സിമ്പിളാണ്, എല്ലാവർക്കും വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആകെ ഒരു ഗ്രീൻ സ്ക്രീനും ടെംപ്ലേറ്റും മാത്രമേ വേണ്ടൂ. ടെംപ്ലേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗ്രീൻ സ്ക്രീന് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടമുള്ളവരുടെ ഫോട്ടോസൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമുക്കിതൊന്ന് സേവ് ചെയ്തിടാം. അപ്പോൾ അഥവാ ആർക്കെങ്കിലും ഇത് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എക്സ്പോർട്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതാണ് ഓപ്ഷൻ. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് കൊടുത്താൽ മതി. അത് ചെയ്യുന്നത് തന്നെ ഇവിടെ ലോയിൽ വേണോ ഹൈയിൽ വേണോ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് സേവ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയിക്കോളും അത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം.
അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റോ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീനോ വേണ്ടവർ എന്ത് ചെയ്താൽ മതി, ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിടാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.